ആർട്ടയുടെ 20ാം വാർഷികവുമായി ബന്ധപ്പെട്ട് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങുകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ചെറിയ പീസ് പോലെ ശക്തിയോടുകൂടി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ റൂട്ട്സിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ് പ്രോഗ്രാം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് അത്ര കണ്ട് ഈ രീതിയിലുള്ള ട്രെയിനിങ് സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അത് ആർട്ടെ തീർച്ചയായിട്ടും ഏറ്റെടുത്ത് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഓരോ മാസവും വ്യത്യസ്ത രീതിയിലുള്ള നമ്മുടെ തന്നെ ട്രെയിനീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന പുതിയ പുതിയ മേഖലകളിലുള്ള പരിശീലന പരിപാടികൾ തീർച്ചയായിട്ടും ഞാൻ
ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചതാണ് പലപ്പോഴും ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ ആ ഒരു പരിശീലന പരിപാടികൾ തീർച്ചയായിട്ടും ഇനിയുള്ള സമയത്തും അതിലും കുറച്ചും കൂടിയിട്ട് ഡീപ്പായിട്ട് ട്രെയിനേഴ്സിൻ്റെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ആവശ്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആർട്ടേക്ക് മികച്ച രീതിയിൽ വരാനാവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. ഏകദേശം 12 വർഷമാവുകയാണ്. 2012 ഗ്ലാസ് പെയിൻറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്നത്, നാഷണൽ ബാച്ചിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ DTPയുടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് 2022-2021 വരെയുള്ള ബാക്കി എല്ലാ വർഷവും ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യമായിട്ട് എൻ്റെ ലൈഫിലുള്ള എല്ലാ കോഴ്സുകൾക്കും കാരണമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എനിക്ക് 2012 ഇങ്ങോട്ട് തൊഴിൽപരമായിട്ട് ലൈഫിൽ ഏതൊരു ഘട്ടത്തിൽ ഒരു താഴ്ച ഉണ്ടാകുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടാണ് എനിക്ക് എപ്പോഴും തീർച്ച ഉണ്ടായിട്ടുള്ളത്. അത് എപ്പോൾ ലൈഫിൽ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് മുതൽ 2012 മുതൽ ആർട്ട് എനിക്ക് പരിചയമുണ്ട്. ആർട്ടയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ അന്ന് മുതൽ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള ആർട്ട് ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വിദ്യാർത്ഥിയാണ്. 2006 കണ്ണപുരം റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തിലേക്ക് 13 വർഷം ഞാൻ ബ്രിട്ടീഷിനായിരുന്നു, എവിടെ എത്തിയിരുന്നില്ല. റൂട്ട്സെറ്റിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. റൂട്ട്സെറ്റിലെ അന്നത്തെ ഭാസ്കര സാറിന്റെയും മുകുന്ദ സാറിന്റെയും ക്ലാസ്സിനോടെയാണ് ഞാൻ മാറ്റം വന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റും. അന്ന് കാണുന്ന മുഖം നമ്മുടെ നാഗേഷ് സാറ്, അനിൽ സാറ്, രോഷിനി മാഡത്തിന്റെ ഹസ്ബൻഡ് അനീഷ് സാറ്, ഇവരൊക്കെ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടല്ലോ. എന്നാ എന്റെ അഭിലാഷ് സാറ് എന്നെ തേടി വന്ന് ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആകെ പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ 10-34 കുട്ടികളെ മുന്നിൽ നിന്നിട്ട് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത റൂട്ട്സെറ്റിനോടാണ്. നല്ല രീതിക്ക് നമ്മളൊരു എന്റർപ്രണർ ആക്കാൻ മാത്രമല്ല, ഒരു 10 ആളോട് തന്നെ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കി തരുന്നതും റൂട്ട്സെറ്റാണ്. ഇന്ന് 2021 വരെയും ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റി ആയിട്ടുണ്ട്. ചെറിയ മുട്ടുവേദന കാരണം എനിക്ക് പറ്റാതെ വന്നുകൊണ്ട് ഞാൻ DST പുതുക്കിയില്ല. കഴിഞ്ഞ വർഷം വേറെ ടീച്ചറായിരുന്നു ക്ലാസ് എടുത്തതെന്ന് പറഞ്ഞപ്പോൾ മനംനൊന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും എന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വേദനയായിട്ട് കാരണം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത ഈ വേള, ക്രിസ്മസ് ന്യൂ ഇയറിനെ വരവേൽച്ചുകൊണ്ട് ആർട്ടെ റൂട്ട്സെറ്റ് എന്ന് പറയുമ്പോഴും നമ്മൾ എന്റർപ്രണറെ ആക്കിയെടുക്കുന്നത് ആർട്ടെ അസോസിയേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് പഠിച്ചിറങ്ങി ചെയ്യുമ്പോൾ തന്നെ അവരോട് പറയും ഇതിൽ മെമ്പറായ നമ്മൾ പിന്നെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരുന്നു. അങ്ങനെയൊക്കെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഈ രണ്ട് കൊല്ലം ഓരോ സാറിനെയും പരിചയപ്പെട്ടു. അതായത് ഭാസ്കര സാറ്, കുഞ്ഞികൃഷ്ണ സാറ്, ബാലകൃഷ്ണൻ സാറ്, രാജ്കുമാർ സാറ്, അരുൺ സാറ്, പിന്നെ ജയചന്ദ്രൻ സാറ്. സാറിന്റെ കീഴിൽ ഒരു കൊല്ലം കൂടിയെങ്കിലും ജോലി ചെയ്യണം, ആരോഗ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു.
കുറച്ച് ഭാഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ നിന്ന് ജോലി രാജിവെച്ച് നാട്ടിൽ വന്നപ്പോൾ ഒരു സംരംഭം എങ്ങനെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ഇല്ലെങ്കിൽ അതിനുവേണ്ടി ഓടി നടക്കുന്ന ഒരു സമയത്ത് ഞാൻ യാദൃശ്യമായിട്ടാണെങ്കിലും എൻ്റെ അയൽവാസി കൂടിയായിട്ടുള്ള, അതായത് കുറെ കാലത്തിന് ശേഷം എനിക്ക് അധികമൊന്നും കണക്ഷൻ ഇല്ലെങ്കിലും ദാസന്മാഷുമായിട്ടുള്ള ഒരു സംഭാഷണത്തിനിടയിൽ ദാസന്മാഷ് തന്നെയാണ് സജസ്റ്റ് ചെയ്തത് റൂട്ട് സെറ്റിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു സംരംഭം തുടങ്ങുന്നതിന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ. അപ്പൊ അതിന് എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് ഗൈഡ് ചെയ്തത് അദ്ദേഹമാണ്. വെറുതെ ആയില്ല അത് എന്ന് എനിക്ക് ഈ അവസരത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ പറ്റും. ഞാനിവിടെ എത്തി, ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചു. അതിന്ന് വലിയ മോശമില്ലാതെ നടത്തി കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്നിലൊരു ട്രെയിനറുടെ ഒരു ചെറിയ അംശം ഉണ്ട് എന്ന് റൂട്ട് സെറ്റാണ് കണ്ടെത്തിയതും അത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. ഇവിടെ ഇപ്പം കുറെ ക്ലാസ്സുകൾ എടുക്കാൻ സാധിച്ചു. അതുകൂടാതെ തന്നെ പുറത്തും പല സംഘടനകൾക്ക് വേണ്ടിയിട്ടും അല്ലാതെയും ഒക്കെ ക്ലാസ്സുകൾ നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു അടുത്തെടുക്കുക, എന്നിട്ട് അദ്ദേഹത്തെ വിളിക്കാം, തന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. അദ്ദേഹം വരും, അടുത്തെടുക്കും, ആരെ കയ്യിലാണോട്ട് അത് കൊടുക്കും. അങ്ങനെ പോവാം. പറയാം. തുടങ്ങിയ സെറ്റിയും എല്ലാവർക്കും ആഗ്രയുടെ പേരിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരാശംസയും അതോടൊപ്പം നല്ലൊരു ക്രിസ്മസ് ആഘോഷം ആശംസിക്കുകയാണ്. താങ്ക് യു ഓൾ.